എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും. വകുപ്പ് എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ അപ്പോൾ അന്വേഷണ വിധേയമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ളത്, പോലീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഡോക്ടേഴ്സ് അവിടേക്ക് തിരിച്ചിട്ടുണ്ട്, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഈ വ്യക്തിയുടെ മകനുമായിട്ട് സംസാരിച്ചിരുന്നു. ശ്രീമതി ഉഷ ജോസഫിൻ്റെ മകനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ വിവരങ്ങൾ ഞാൻ നേരിട്ട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എടുത്ത റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച രേഖകൾ 10/5/2021 അവിടെ അഡ്മിറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. 12/5/2021 സർജറി നടന്നതായിട്ടാണ് കാണുന്നത്. 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ കുടുംബവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിനു മുൻപ് ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബ അംഗങ്ങൾ പറഞ്ഞത്. മകൻ പറഞ്ഞത് പലതവണ വീട്ടിൽ പോയി ഡോക്ടറെ കണ്ടു എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അക്കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉറപ്പാക്കപ്പെടും. പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് 2 നഴ്സുമാരുടെ സേവനം ആവശ്യമുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിൽ സ്ട്രക്ചേഴ്സ് 4 നഴ്സുമാരുടെ ആവശ്യമുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഈ 2 നഴ്സുമാരുടെ സേവനം ലഭിക്കാറില്ല. അത്തരത്തിലുള്ള സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്നാണ് ഇപ്പോൾ ഡോക്ടർ ലളിതാംബ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഞാനിപ്പോൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേട്ടത് ഡോക്ടർക്ക് ഇങ്ങനൊരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കേസ് ഓർമ്മയില്ല. അത് എങ്ങനെയാണ് സാധ്യമാവുക? ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു. ശ്രീമതി ഉഷ ജോസഫിൻ്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ട്, അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇനി ചോദിച്ച കാര്യത്തിലേക്ക്, ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ്. ഇനി അങ്ങനെ ഒരു സ്ക്രബ് നഴ്സ് ഇല്ലാതെ ആരൊക്കെയാണിത്? ഈ ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ് ഈ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ സ്ക്രബ് നഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പോൾ സ്ക്രബ് നഴ്സ് ഇല്ലാതെ ഒരു സർജറി നടക്കില്ല, ഒരിടത്ത് നടക്കില്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനങ്ങളോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സ്ക്രബ് നഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളത്, ആ കാര്യങ്ങൾ പരിശോധിക്കുക. ഡോക്ടറും ഇത് നോക്കണം. ഇത് ഡോക്ടറിൻ്റെ എൻഷുർ ചെയ്യേണ്ട ആവശ്യമാണ്. സ്ക്രബ് നഴ്സ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടറിൻ്റെ കൂടിയാണ്. സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട്, അതിനുശേഷം ആ നഴ്സിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണല്ലോ ഇത്. ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവ സർജറി നടത്തി? അത് ആ ഒരു സ്ക്രബ് നഴ്സ് അവിടെ ഇല്ല എങ്കിൽ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണ്. ഇവിടെ നേഴ്സില്ല. അങ്ങനെ സ്ക്രബ് നഴ്സ് ഇല്ല എങ്കിൽ എങ്ങനെ ഒരു സർജറി അവർ അന്ന് നടത്തി? എങ്ങനെ ആ പ്രൊസീജിയർ അവർ നടത്തി? അങ്ങനെ നടത്താൻ കഴിയില്ലല്ലോ. മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രൊസീജിയറുകൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അതിലും ഗൗരവതരമാണ് അത് പറഞ്ഞത്. കാരണം പ്രോട്ടോകോൾ പ്രകാരം, ഗൈഡ് ലൈൻ പ്രകാരം, WHO പ്രോട്ടോകോൾ പ്രകാരം ആ സ്ക്രബ് നഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഒരു ഡോക്ടർ സർജറി നടത്തുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് നടത്തിയത്? അത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. അത് മറ്റൊരു വിഷയത്തിലേക്കാണ്
ആ വാക്കുകൾ എന്താണ് കൊണ്ടെത്തിക്കുന്നത്? അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം ഒരു ജനറൽ അനസ്തേഷ്യ നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസിൽ അങ്ങനെ ഒരു സ്ക്രബ് നഴ്സോ ഇല്ലാതെ തന്നെ ഇവിടെ അത് പ്രൊസീജിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അതൊരു കാലത്ത് സംഭവിക്കുന്ന കാര്യമല്ല. അത് അങ്ങനെ ഏതെങ്കിലും OT-യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്ത ആ ആളുകളുടെ ഉത്തരവാദിത്തമായിട്ട് വരും. അത് അതിലും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഡോക്ടേഴ്സിന് അറിയാം. ഇത് ആ നിലയിലൊന്നുമല്ല. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെയാണിത് നടക്കുന്നത്. പിന്നെ എളുപ്പം പറയാനുള്ള കാര്യമല്ലേ, വീട്ടിൽ പോയി കണ്ടു, പല പ്രാവശ്യം കണ്ടു, പക്ഷെ ആളെ ഓർമ്മയില്ല, കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മയുണ്ട്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കാൻ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. അത് എത്ര വർഷങ്ങൾക്ക് മുൻപുള്ള കേസാണെങ്കിലും, ഇപ്പോൾ മറ്റൊരു കേസ് ഉണ്ടായത് 2017 അപ്പോൾ അത് UDF കാലത്താണെങ്കിലും LDF കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. ഡോക്ടർ രാവിലെ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം, 50 വർഷം ഈ കത്രിക വയറിനുള്ളിൽ ഇരുന്നാൽ പോലും അത് പ്രശ്നമുള്ള കാര്യമല്ല, രോഗിക്ക് അത് ബാധിക്കില്ല എന്ന് വളരെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു. ഒരു കാരണവശാൽ പറയാൻ പാടില്ലാത്ത സ്വന്തം അനുഭവത്തിലൊന്ന് വരട്ടെ. സമ്മതിക്കോ? ഇവർ സമ്മതിക്കോ? സ്വന്തം അനുഭവത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കോ? അതിനനുവദിക്കോ? എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അപ്പോൾ സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് ഗുരുതരമായ സ്വന്തം ചെയ്ത തൊഴിലിനോടും ചെയ്യുന്ന പ്രവൃത്തിയോടുമുള്ള ഒരു അനാദരവും അല്ലെങ്കിൽ അതിൽ എത്ര നിസ്സാരമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇതിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ തന്നെ കേസിലേക്ക് ഇത് പോകും. അതുകൊണ്ട് ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് നൽകപ്പെടും. ഒരു കാര്യം കൂടി, ഒരു മെഡിക്കൽ ബോർഡ് കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ടും ഒരു മെഡിക്കൽ ബോർഡ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെഡിക്കൽ ബോർഡിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ആയിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ അതിൻ്റെ മറ്റ് സർജറി ഉൾപ്പെടെ അത് സ്വകാര്യ ആശുപത്രിക്ക് അത് സംബന്ധിച്ചിട്ടുള്ള കത്ത് നൽകും. ACS കത്ത് നൽകും. പക്ഷെ ആ ആശുപത്രിയിൽ ഇപ്പോൾ PGയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ഡോക്ടർമാർ ഈ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഈ ഡോക്ടർക്കെതിരെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാണ് ആവശ്യം. ഇങ്ങനെയാണ് ആരോഗ്യവകുപ്പ് എടുത്ത ഒരു അച്ചടക്ക നടപടിക്ക് മേൽ സംഘടനയ്ക്ക് ഇത്തരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് രോഗികളെ ബുദ്ധിമുട്ടിക്കാനാവുക. നോക്കൂ, ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മളിപ്പോൾ സർക്കാർ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമീപകാലത്തുള്ളൊരു കേസിൽ KT പറഞ്ഞു ഈ സർക്കാർ സസ്പെൻഷൻ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. സർക്കാർ നിലപാടെടുത്തു, ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്നുള്ള നിലപാടെടുത്തു. അപ്പോൾ ഈ നെടുമങ്ങാട് കേസിൽ പ്രഥമമായിട്ടുള്ള റിപ്പോർട്ട് തന്നു. അതിനുശേഷം വിദഗ്ധ സമിതിയുടെ ഒരു അന്വേഷണം നടത്തി. അവിടെ നിന്ന് ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും അന്വേഷണ വിധേയമായിട്ടും സ്വീകരിച്ച നടപടിയാണ്. ആ നിലയിൽ അതിനെ ഒരു സമരം നടത്തി സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളത് അത് ശരിയായിട്ടുള്ള രീതിയല്ല. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഉൾപ്പെട്ട് ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ അവർ ഇപ്പോഴും സമരത്തിലാണ്. ഇപ്പോൾ ഇവിടെ വീണ്ടും ആലപ്പുഴയിൽ ഒരു വിഷയം വരുന്നു. ഈ റിപ്പോർട്ട് തേടൽ മാത്രം ഒരു ശാശ്വത പരിഹാരമാകില്ല. ഹർഷിനയുടെ കേസിൽ റിപ്പോർട്ട് തേടൽ മാത്രമാണോ ഉണ്ടായേ? ഹർഷിനയുടെ കേസ് എന്നുണ്ടായതാണ്? അല്ല, ഹർഷീനയുടെ കേസ് എന്നുണ്ടായതാണ്? ഹർഷീനയാകട്ടെ ഇപ്പോൾ 3 കേസാണ് ഈ കാലഘട്ടത്തിൽ എൻ്റെ അറിവിലുള്ളത്. ഒന്ന് ഹർഷീനയുടെ, പിന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, അതും ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു കത്രിക വെച്ചതായിട്ട് പത്രങ്ങളിൽ കണ്ടു. മൂന്നാമത്തേത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജ്. ഹർഷീനയുടെ വിഷയം, ഹർഷീന 2017 അവസാനമായിട്ട് സിസേറിയൻ ചെയ്തത്. അപ്പോൾ ഹർഷീന പറഞ്ഞ കാര്യം അതിന് മുൻപാണോ 2017 2014 17 അറിയില്ല എന്നാണ് ആദ്യം ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ 2017 ഹർഷീന പറഞ്ഞത്
സർക്കാർ അത് മുഖവിലക്കെടുത്തു. അതിനുശേഷം പല അന്വേഷണങ്ങൾ വെച്ചു. പക്ഷേ അതിലൊന്നും എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇനി ഒരു ഗവൺമെൻറ്റിന് എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക? ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുക ആദ്യം ഇതിലൊരു മന്ത്രിസഭയിലേക്ക് ഈ ഒരു വിഷയം കൊണ്ടുവന്നിട്ട്, ഞാൻ കോഴിക്കോട് പോയതിന് ശേഷം സ്വീകരിച്ച 2 നടപടികളാണ്. ഒന്ന്, മന്ത്രിസഭയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിട്ട് ഒരു സമാശ്വാസം എന്നുള്ള നിലയിൽ ആദ്യം ഒരു 2 ലക്ഷം രൂപ അനുവദിച്ചു. അത് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനമാണ്. 2, എന്താണ്, പോലീസിന് ഇത് കൈമാറുക എന്നുള്ളതാണ്. പോലീസിന് കൈമാറി പിന്നെ അടുത്ത വകുപ്പിലേക്ക് വന്ന കാര്യം എന്താണ്, ഈ ആരോഗ്യ പ്രവർത്തകരെ, ഇൻവോൾവ് ആയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുവാദം വകുപ്പിൻ്റെ തേടി. ആ അനുവാദം സർക്കാർ കൊടുത്തു. അതായത് 2-3 അന്വേഷണങ്ങൾക്ക് ശേഷം ഈ കത്രികയുടെ എന്നാണെന്നുള്ളതൊന്നും നിശ്ചയിക്കാൻ കഴിയാത്ത നിലയിൽ ഉള്ളൊരു സാഹചര്യത്തിൽ വകുപ്പിൻ്റെ അന്വേഷണത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് മറ്റ് നടപടികൾ സ്വീകരിക്കേണ്ടതുകൊണ്ടും പോലീസിലേക്ക് കൈമാറുകയാണ് ഉണ്ടായത്. പോലീസ് ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി. അത് 2ാമത്തെ കാര്യം. അതിൽ അനുവാദം നൽകി. ഇപ്പോൾ കേസ് നടക്കുകയാണ്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കേസിൻ്റെ ബഹുമാനപ്പെട്ട കോടതി എന്ത് തീരുമാനിക്കുന്നോ അതിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ഈ കാലഘട്ടം നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ പറഞ്ഞിരുന്നു, അത് UDF കാലമാണെങ്കിലും LDF കാലമാണെങ്കിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഇടപെട്ട് നടപടി സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2017 കോഴിക്കോടുണ്ടായ സംഭവമാണെങ്കിലും, ഇപ്പോൾ ഈ 5 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിലുണ്ടായ സംഭവം ആണെങ്കിലും ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അത്രയും വേദന ഒരാൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഉത്തരവാദികളായവർ അവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു സ്ഥിതി, അത് തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ് അത് സ്വീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ തന്നെ പ്രഥമ വിവരം എന്താണെന്നുള്ളത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തേടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് അവിടേക്ക് പോയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് കൂടി ഇത്രയും വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം പണം കൊടുത്തായി പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുമ്പോൾ അവിടെ പോയി കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഇനി ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രൊസീജിയേഴ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിട്ട് കാണുന്നു. അപ്പോൾ ഇതെല്ലാം വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണല്ലോ. ഇതൊക്കെ ആ ആരോഗ്യ പ്രവർത്തകർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, ഇതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക, HR അവിടെ ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പാക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന വീഴ്ചകൾ ഇൻഡിവിജ്വൽസിനുണ്ടാകുന്ന വീഴ്ചയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. വ്യക്തികൾക്കുണ്ടാകുന്ന വീഴ്ചയാണ്. ആ വ്യക്തികൾക്കുണ്ടാകുന്ന വീഴ്ചകളിൽ അതിൽ നടപടി സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിൽ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഈ കേസിലും അങ്ങനെ തന്നെയാണ്. അതിൽ കൃത്യമായി ഇന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ആ റിപ്പോർട്ട് നൽകണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്യും. ഇന്നത്തെ ഓപ്പറേഷൻ കഴിയട്ടെ. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സർക്കാർ നോക്കും. യെസ്.